ഇന്നത്തെ സ്ലൈഡ് നോക്കൂ. എർഗോനോമിക് ഹസാർഡ്. ഓക്കെ, എർഗോനോമിക് ഹസാർഡ് എന്ന് വെച്ചാൽ എന്താണ്? എർഗോ മീൻസ് വർക്ക്, നോമിക്സ് എന്ന് വെച്ചാൽ രീതി അല്ലെങ്കിൽ നിയമം. അപ്പം ജോലിയുടെ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ജോലിയുടെ നിയമത്തെ കൂടെ സംഭവിക്കുന്ന അപകടം അല്ലെങ്കിൽ കിട്ടുന്ന അസുഖങ്ങളെയൊക്കെയാണ് എർഗോനോമിക് ഹസാർഡിൽ എടുക്കുന്നത്. Ergonomic hazards are physical conditions that may pose risk of injury to the musculoskeletal system, resulting musculoskeletal disorder. എർഗോണോമിക് ഫിസിക്കൽ കണ്ടീഷൻ. ഫിസിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിന്റെ ശാരീരികമായ അവസ്ഥ. എന്താണ്? ദാറ്റ് മേ പോസ് റിസ്ക്. എന്താണ്? ശരീരം കൊണ്ട് വരുന്ന അസുഖങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജോലി ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് ഒരാള് വലിയ മഴ വെച്ച് ഇടിക്കുമ്പോൾ എന്താണ്? കുനിയാതെ അതെന്താണ്? ആ ചെയ്യുന്നത് കൊണ്ട് അയാൾക്കുള്ള ഏത് മസിലുകൾക്കും അല്ലെങ്കിൽ അയാളുടെ ശരീരത്തിന്റെ നട്ടല് ഇതിനൊക്കെ വരുന്ന പ്രശ്നം. ഇങ്ങനെ വരുന്നതിനെയാണ് മസ്കുലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏതാണ് മാസ്കുലർ എന്ന് വെച്ചാൽ അസ്ഥിക്കൂടത്തിന് എന്ന് വെച്ചാൽ മാസ്കുലോസ്കെൽട്ടൻ എല്ലാം കൂടിയുള്ള ആ രൂപകൽപ്പന ചെയ്ത ശരീരത്തിന് കിട്ടുന്നതാണ്. റിസൾട്ടിങ് ഫ്രം MSD. MSD എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്കുലോസ്കെൽട്ടൽ ഡിസീസ്. ഇതാണ് ഇത്. എർഗോണോമിക് ഹസാർഡ് ഇൻക്ലൂഡ്. ഏതാണ് എർഗോണോമിക് ഹസാർഡിൽ വരുന്ന കാര്യങ്ങൾ? മാനുവൽ ഹാൻഡ്ലിംഗ്, കൈകൊണ്ട് സാധാരണ ചെയ്യുന്ന ജോലികൾ. റിപ്പിറ്റേറ്റീവ് മൂവ്മെന്റ്, ഇരുന്നോ നിന്നോ ഒരേപോലെ ഒരേ ജോലി ചെയ്ത് സ്റ്റാമ്പ് അടിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും വീല് കറക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കാലുകൊണ്ട് ചവിട്ടുക, ഇങ്ങനെ ഏതെങ്കിലും എന്താണ് തുടർച്ചയായ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ഒരു കൃത്യമായ തുടർന്നുള്ള ഒരു എന്താണ് ഒന്നിന് പിറകെ ഒന്നായിട്ട് ഒരേ വർക്ക് വരുന്ന അതാണ് റിപ്പിറ്റേറ്റീവ് മൂവ്മെന്റ്. പിന്നെ വർക്ക് പ്ലേസ് ഡിസൈൻ, അവിടെ നിൽക്കുന്നതും ഇരിക്കുന്നതും അവനുപയോഗിക്കുന്ന കസാലയുടെ രീതി, നിൽക്കുകയാണോ അല്ലെങ്കിൽ ഏത് പോസിലാണ് വർക്ക് ചെയ്യുന്നത്, അതല്ല. അൺകംഫർട്ടബിൾ വർക്ക് സ്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തിന് സൗകര്യം തരുന്ന അല്ലെങ്കിൽ ഒരു സുഖത്തോടെ വളരെ എന്താണ് ശാരീരിക മാറ്റമൊക്കെ നല്ല കംഫർട്ടായിട്ടിരുന്ന് ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. എന്താണ്? ഹൈറ്റ്, ഉയരം, അല്ലെങ്കിൽ എന്താണ് പുവർ ബോഡി പൊസിഷനിങ്, ഇതൊക്കെയാണ് ഇത് വരുന്നത്. ഓക്കെ, the main area of ergonomic hazard for workplace are. ഇപ്പൊ നോക്കിക്കോളൂ, ഒരു വർക്ക് പ്ലേസ് ഹസാർഡ് അല്ലെങ്കിൽ എർഗോണോമിക് ഹസാർഡ് കിട്ടണമെങ്കിൽ ഏതെല്ലാം ഏരിയയിലാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്? ഒന്ന് വർക്ക് സ്റ്റേഷൻ, ആ തൊഴിലാളി ജോലി ചെയ്യുന്ന ആ സ്ഥലം, അതാണ് വർക്ക് സ്റ്റേഷൻ. അവർ ഇൻഡിവിജ്വൽ. സിറ്റിംഗ് ആൻഡ് സ്റ്റാൻഡിങ്, അവൻ ഇരിക്കുന്നതാണോ നിൽക്കുന്നതാണോ, ഇരിക്കുന്നതാണോ എങ്ങനെയാണ്, ചെയറാണോ ഇത് ഏതെല്ലാം രീതിയിലാണ്, അവന് കംഫർട്ടായിട്ടാണോ അതിരിക്കുന്നത്. പിന്നെ തെർമൽ കംഫർട്ട്, അവിടെയുള്ള ശരീരത്തിന് ഏൽക്കുന്ന ചൂടിൻ്റെ അവസ്ഥ, ഹീറ്റ് അല്ലെങ്കിൽ കോൾഡ്, എന്തായാലും ഉയർന്നതിന് ഹോട്ട് എന്ന് പറയും, താഴ്ന്നതിന് കോൾഡ്, ആ അവസ്ഥ. എക്യുപ്മെന്റ് ലേ ഔട്ട് ആൻഡ് ഓപ്പറേഷൻ, അടുത്തത് എന്താണ്? അതിൽ പറഞ്ഞിരിക്കുന്ന എക്യുപ്മെന്റ് ലേ ഔട്ട്, എങ്ങനെയാണ് ഉപകരണങ്ങൾ വെച്ചിരിക്കുന്നത്, അവനേതാണ് വലത്തെ കൈകൊണ്ട് ചെയ്യണം, ഇടത്തെ കൈകൊണ്ട് ചെയ്യണം, തിരിഞ്ഞു നിൽക്കണം, ഇങ്ങനെ എന്ന് വെച്ചാൽ ഇരുന്ന ഇരിപ്പിൽ എല്ലാ കാര്യങ്ങളും വലിയ മൂവ്മെന്റ് ഇല്ലാതെ ചെയ്യുന്ന രീതി. ഉദാഹരണത്തിന് നിങ്ങൾ ഡ്രൈവിങ് ചെയ്യും, ഇരുന്ന് കഴിഞ്ഞാൽ ഒരു കൈ കൊണ്ട് ഗിയർ മാറ്റുന്നു, കാലുകൊണ്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ക്ലച്ച് അപ്ലൈ ചെയ്യുന്നു, സ്റ്റിയറിംഗ് അപ്ലൈ ചെയ്യുന്ന രീതിയിൽ കംഫർട്ട് ആയിട്ടുള്ളതൊക്കെ, അതാണ് എക്യുപ്മെന്റ് ലേ ഔട്ട്. പിന്നെന്തോ മെയിൻ്റെനൻസ് ടാസ്ക്, അതിൽ എന്താണ് മെയിൻ്റെനൻസ്, ഒരു ബസ്സൊക്കെ എന്താണ് അതിൻ്റെ ഉള്ളിൽ പോയി കിടന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരാൾ പിടിച്ചു വലിക്കണം. അപ്പോൾ എന്താണ് ശരീരത്തിന് ഏൽക്കുന്ന പ്രശ്നങ്ങൾ, ശാരീരികമായ പ്രശ്നങ്ങൾ ആ മെയിൻ്റെനൻസ് ചെയ്യുന്ന രീതി. പിന്നെയോ അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ശബ്ദം, നോയ്സ്, ലൈറ്റിങ്, ഇതൊക്കെയാണ് എർഗോണോമിക് ഹസാർഡിൽ ബേസിക്കലി ഒരു തൊഴിലാളി അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് അസുഖം സൃഷ്ടിക്കുന്ന മേഖലകൾ. ഏതൊരു ഉപകരണം എടുത്തു കഴിഞ്ഞാലും ഒരു മാൻ മെഷീൻ റിലേഷൻഷിപ്പ് ഉണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്റെ അവയവത്തിന്റെ അതെന്താണ് മെഷർമെന്റ് അനുസരിച്ച് അല്ലെങ്കിൽ അളവനുസരിച്ചായിരിക്കും അതിന്റെ ഉപകരണത്തിന്റെയും അളവ്. അതെങ്ങനെ ഉപയോഗിക്കുക രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൻ എങ്ങനെയാണ് നമ്മൾ വിരലോട്ട് പിടിക്കുക, അതിനുവേണ്ടി സ്ക്രൂ ഡ്രൈവർ എങ്ങനെ ഉപയോഗിക്കുന്നു, ഹാമർ എങ്ങനെ ഉപയോഗിക്കും, എല്ലാത്തിൻ്റെയും പിടികൾ, കുടുവാള്, കത്തി, ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ മനസ്സിലാക്കാം. ഇതിനെയാണ് എർഗോണോമിക് ഹസാർഡ്.
അടുത്ത സ്ലൈഡ് നോക്കുക. അതിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്ന MSD. MSD എന്ന് വെച്ചാൽ ഒരു ഷോർട്ട് ഫോമാണ്, മസ്കുലോ സ്കെലിറ്റൽ ഡിസോർഡർ. അവൻ ജോലി കാരണം കൊണ്ട് മനുഷ്യ ശരീരത്തിലെ അസ്ഥിക്കൂട്, മസിൽ, പേശിയിലുള്ള ഒരു പ്രത്യേക രൂപകൽപ്പന ഒരു ചട്ടക്കൂടാണ്. അതിന് സംഭവിക്കുന്ന വ്യതിയാനം, ഡിസോർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ശരിയായ പിടിപ്പിച്ച അവസ്ഥയിൽ നിന്ന് അതിന് മാറ്റം വരുന്നത്. ഓക്കെ, ഓർഡർലി അറേഞ്ച്മെന്റ് ആണ്. ആ ഓർഡർലി അറേഞ്ച്മെന്റ് ഡിസോർഡർ ആവുക. ഏതുകൊണ്ട്? അവൻ ചെയ്യുന്ന ജോലിയുടെ അവൻ്റെ ഒക്യുപ്പേഷണൽ കാരണം കൊണ്ട്. Okay, MSDs are injuries and illness that affect muscles, nerves, tendons, ligaments, joints or spinal disc. ഇതാണ് എന്തെല്ലാണ് MSDക്ക് ബാധകമാവുന്ന ഇഞ്ചുറി അല്ലെങ്കിൽ ഇൽനെസ്. അതെന്താണ്? മസിലിനെ ബാധിക്കുന്നുണ്ട്, നെർവ്സിനെ, നാഡീവ്യൂഹത്തിനെ ബാധിക്കുന്നുണ്ട്, ടെൻഡൻസ് നമ്മളെ മുട്ടുകളുടെ ജോയിന്റുകള്, ലിഗാമെന്റ്സിനെ ജോയിൻ ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ സ്പൈനൽ നട്ടലിന്റെ ഡിസ്കുകളെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ശരീരത്തിന്റെ ഏത് ഭാഗം എടുത്തു കഴിഞ്ഞാലും, ജോയിന്റ് ആയാലും സാധാരണ രീതിയിലും എല്ലായാലും മസിലായാലും നെർവ് ആയാലും എന്ത് എടുത്തു കഴിഞ്ഞാലും ഈ MSD അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന ജോലി കാരണമാണ് അതിന് ഡിസോർഡർ വരുന്നത്. അതിൻ്റെ എന്താണ് തെറ്റായ രീതിയിലേക്ക് അതിൻ്റെ പ്രവർത്തനം പോകുന്നത്. അതിനാണ് ഡിസോർഡർ എന്ന് പറയുന്നത്. എന്തെല്ലാണ് കോമൺ ഡിസീസസ്, ദ കോമൺ കോസസ് ഓഫ് എർഗോണോമിക് ഹസാർഡ്സ്. എന്തെല്ലാം കൊണ്ടാണ് ഇത് വരുന്നത്? ഒന്ന്, ഹെവി, ഫ്രീക്വന്റ് ആൻഡ് ഓക്വേർഡ് ലിഫ്റ്റിംഗ്. വളരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തിന് താങ്ങാവുന്ന ഭാരം ഉപയോഗിക്കുന്നത്. അവൻ്റെ അവൻ്റെ ഭാരത്തിന് അനുസരിച്ച ഭാരം മാത്രമേ അവൻ പൊക്കാൻ പാടുള്ളൂ. അതല്ല, അതിനേക്കാൾ കൂടുതലായിട്ട്. ഫ്രീക്വന്റ് എന്ന് വെച്ചാൽ എന്താ? ഒന്നെടുത്തു, അത് കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് ഒന്നും കൊടുക്കാതെ കണ്ടിന്യൂസ് ഒരു ഇതുമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ അല്ലെങ്കിൽ ജോലി തീരുന്നവരെ കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചെടുക്കുക. പിന്നെയോ ഓക്വേർഡ് ലിഫ്റ്റിംഗ്. എന്താണെന്ന് വെച്ചാൽ ഓക്വേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ പിടിച്ച് തലയിൽ കൊടുത്തു, അതല്ല, സ്വന്തമായിട്ട് എടുത്ത് വളരെ കഷ്ടപ്പെട്ട് തല മുകളിൽ വെച്ച് എല്ലാം കൂടി ബാലൻസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അങ്ങനെയുള്ള പ്രവർത്തനമാണ് ആദ്യമായിട്ട് MSD ഉണ്ടാക്കുന്ന കോമൺ കോസസ് അല്ലെങ്കിൽ എർഗോണോമിക് ഹസാർഡ്. പിന്നെ റെപ്പിറ്റേറ്റീവ് ടാസ്ക്. ശരീരത്തിന്റെ ഏതെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുക? ചലിച്ചുകൊണ്ടിരിക്കുക. അതാണ് റെപ്പിറ്റേറ്റീവ് ടാസ്ക് എന്നത്. ഉദാഹരണത്തിന് ടൈലർ എപ്പോഴും എന്ത് ചെയ്യാണ്? കണ്ടിന്യൂസ് കാലിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ ഡ്രൈവർ കണ്ടിന്യൂസ് ആയി സ്റ്റിയറിങ്ങിലും ഇതിലും വർക്ക് ചെയ്യുന്നു. ഇങ്ങനെ അതുകൊണ്ട് പിന്നെ ഒരു സ്റ്റാമ്പ് അടിക്കുന്നത് പോസ്റ്റ് ഓഫീസിലൊക്കെ കണ്ടിന്യൂസ് സ്റ്റാമ്പ് അടിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അതേ പണിയുള്ളത്. അങ്ങനെയുള്ള റിപ്പിറ്റേറ്റീവ് ടാസ്ക് ചെയ്യുന്നവർ, കാരണം ഏതെങ്കിലും ശരീരത്തിന്റെ ഒരു അവയവമാണ് കണ്ടിന്യൂസ് ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഒരസലിന് അല്ലെങ്കിൽ ചലനത്തിന് ബാധകമായിക്കൊണ്ടിരിക്കുന്നത്. ഓക്വേർഡ് ഗ്രിപ്സ് ഓർ പോസ്റ്റേഴ്സ്. പിന്നെന്താണ്? നമ്മളെ വിരലും കൈകൊണ്ട് നല്ല സുഖമായിട്ട് പിടിക്കണം, അതല്ല വളരെ കഷ്ടപ്പെട്ട് വളരെ അതിൻ്റെ പിടുത്തം പോകാൻ ഓക്വേർഡ്, വളരെ വിഷമിച്ച് പിടിക്കുന്ന ഗ്രിപ്പുകൾ. പിന്നെയോ അതേപോലെ തന്നെ ആ ജോലി ചെയ്യാൻ നമ്മൾ നിൽക്കുന്ന രീതി അല്ലെങ്കിൽ ഇരിക്കുന്ന രീതി, ആ പോസ്റ്റർ. ഇതിന് ഓവർ എക്സേഷൻ ഓർ യൂസ് ഓഫ് എക്സസീവ് ഫോഴ്സ്. പിന്നെന്താണ്? നമ്മളെക്കാൾ കൂടുതൽ എക്സസ് ഫോഴ്സ് കൊടുത്തിട്ട് ജോലി ചെയ്യുക. എക്സസ് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ഇതാണ്, കാരണം അത് നേരിട്ട് ബാധിക്കുക ഹൃദയത്തെയാണ്, അല്ലെങ്കിൽ ഹൃദയത്തിന്റെ പേശികളെയാണ് കൂടുതൽ ബാധിക്കുന്നത്. നമ്മൾ എക്സസ് ആയിട്ട് കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ മർക്കടമുഷ്ടി എന്ന് പറയുക, അതൊരിക്കലും ചെയ്യാൻ പാടില്ല. പിന്നെ റോങ് ടൂൾസ്, തെറ്റായ ഉപകരണം. ഓരോ ജോലിക്കും അതിൻ്റെതായ അനുയോജ്യമായ ടൂൾസ് ഉണ്ട്. ആ ടൂൾസ് ആണ് ഉപയോഗിക്കുക. അത് ഈ ടൂൾസ് എന്ന് പറയുന്നത് എർഗോണോമിക് ഡിസൈനാണ്. ശരീരത്തിന് കംഫർട്ടായിട്ട് സുഖമായിട്ട് ജോലി ചെയ്യാവുന്ന ഉപകരണം. അതാണ് എർഗോണോമിക് ഡിസൈൻ എന്ന് പറയുന്നത്. ഇംപ്രോപ്പർ യൂസ് ഓഫ് ടൂൾസ്, തെറ്റായ ഉപയോഗം. ദെൻ ഇംപ്രോപ്പർ മെയിൻ്റെനൻസ്, വേണ്ട രീതിയിൽ മഴു ശരിയായ രീതിയിൽ മൂർച്ച ചെയ്യുന്നില്ലെങ്കിൽ കൊത്തിക്കഴിഞ്ഞാൽ ശക്തിയായി കൊത്തുക എന്നല്ലാണ്ട് അത് വിറകിലിറങ്ങില്ല. വിറകിലിറങ്ങണമെങ്കിൽ എന്തായിരിക്കും? അത് ഷർപ്പായിരിക്കും. നിങ്ങൾ ഉപയോഗിക്കുന്ന കൊടുവാടും ഇതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അത് മെയിൻ്റെനൻസ് പ്രോപ്പറായിട്ട് അതിൻ്റെ ബിറ്റ് ടൂൾസ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാം. ഇൻറ്റൻസീവ് ഹാൻഡ് വർക്ക്. പിന്നെ കൂടുതൽ കൈകൊണ്ട് ജോലി ചെയ്യുക, മെഷീനറി ഇതൊന്നും ചെയ്യാതെ, ടൂൾസ് ഒന്നും ഉപയോഗിക്കാതെ മാക്സിമം വർക്ക് കൈകൊണ്ട് ചെയ്യുക. അടുത്ത നോക്കൂ,
മോസ്റ്റ് കോമൺ ഹെൽത്ത് ഹസാർഡ്സ് അതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എർഗോണോമിക്സ് ബന്ധപ്പെട്ടുകൊണ്ട് സാധാരണ സംഭവിക്കുന്ന ശാരീരിക പ്രശ്നങ്ങളെയാണ് മോസ്റ്റ് കോമൺ ഹെൽത്ത് ഹസാർഡ് എന്ന് പറയുന്നത്. അതിൽ നോക്കിക്കോളൂ, ഒന്ന് ടെൻഡിൻഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചലനത്തിന് ഉപയോഗിക്കുന്ന നാഡീവ്യൂഹത്തിന് പ്രശ്നം വരുന്നത്. കാരണം വേണ്ട രീതിയിൽ കൈ ചലിപ്പിക്കുക, അല്ലെങ്കിൽ കാല് നടക്കാൻ പറ്റാതിരിക്കുക, കൈ കൊണ്ട് എടുക്കാൻ പറ്റാതെ ആക്കുക, ഇങ്ങനെയുള്ളതിനെയാണ്, ഈ അസുഖത്തിനാണ് ടെൻഡിനസ് എന്ന് പറയുന്നത്. അടുത്തതാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം. കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിസ്റ്റ് വിരലിന്റെ കൈ കൂടിപ്പോകുന്ന ഒരവസ്ഥ. വിരൽ മടക്കി കഴിഞ്ഞാൽ നൂക്കാൻ പറ്റാതാവുക, നൂർത്ത് കഴിഞ്ഞാൽ മടക്കാൻ പറ്റാണ്ടാവുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർപ്പൽ എന്ന് പറയുന്നത് ഒരു ചെറിയ എല്ലിന്റെ, കൈയിന്റെ റിസ്റ്റുള്ള എല്ലിന്റെ ആണ്, അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഞരമ്പ് പോകുന്നത്. ആ ഞരമ്പ് കുറുകിപ്പോയിട്ട് അല്ലെങ്കിൽ കുടുങ്ങിപ്പോയിട്ട് അല്ലെങ്കിൽ ഒരേപോലെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അലക്കുമ്പം ഏതാണ് പിന്നെ വസ്ത്രങ്ങൾ പിഴിയുക, ഇതൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം തന്നെ. പിന്നെ ലോ ബാക്ക് പെയിൻ. ഏതാണ് ബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഊരവേദന. ചെറിയ തോതിൽ എന്ത് ചെയ്യുമ്പോൾ ഇരിക്കുകയാണെന്ന് നിൽക്കുമ്പോൾ പിന്നെ എഴുന്നേൽക്കുമ്പോൾ കിടക്കുമ്പോൾ എല്ലാം ഒരു ഊരവേദന ചെറിയ തോതിൽ അനുഭവം വന്നുകൊണ്ടിരിക്കുക. ഫാറ്റിക്ക്, ജോലി ചെയ്യുമ്പോൾ എന്താണ് ശരീരത്തിന് എപ്പോഴും ഒരു ക്ഷീണം ഉണ്ടാവുന്ന അവസ്ഥ. വെറുതെ ഇരുന്ന് കഴിഞ്ഞാലും ഒരു എന്താണ് ക്ഷീണിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുക. പെയിൻഫുൾ ജോയിന്റ്, എല്ലാ കൈമുട്ട്, കാൽമുട്ട്, എല്ലാ ഷോൾഡർ, ഇവിടെയൊക്കെ എന്താണ് പെയിന്, ജോയിന്റിൽ പെയിനുകൾ വരിക. ഓക്കെ. ന്യൂംബിനസ് ഇൻ ഹാൻഡ്സ്. ന്യൂംബിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രക്തപ്രകാശമില്ലാതെ ചോട്ടോട്ട് നിന്ന് പോയിട്ട് ഒരു വിറങ്ങലിച്ച പോലെ ഹാൻഡ്സ് ആവുക, റിസ്റ്റ് ആവുക, ഫോർ ഹാൻഡ്സ് ആവുക. ഓക്കെ. ഷൂട്ടിംഗ് പെയിൻ. ഷൂട്ടിംഗ് എന്ന് വെച്ചാൽ എന്താ ചെയ്തുകൊണ്ടിരിക്കുക, പെട്ടെന്ന് ഒരു കഠിന വേദന, ഷോക്ക് അടിച്ച പോലെയുള്ള വേദന വരിക. പിന്നെയോ അല്ലെങ്കിൽ ജോലി ചെയ്യുമ്പം ആ ഭാഗത്ത് എന്താണ് ഷെല്ലിങ്, ഉടനെ തന്നെ എന്ത് ചെയ്യാണ് നീർക്കെട്ട് പോലെ വീങ്ങി വരിക, ഇൻഫ്ലമേഷൻ വരുന്ന, ഇതൊക്കെയാണ് സാധാരണ രീതിയിൽ മോസ്റ്റ് കോമൺ ആയിട്ട് ഹെൽത്ത് ഹസാർഡുകൾ വരുന്നത്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പലപ്പോഴും ശ്രദ്ധിക്കില്ല, ജോലി ചെയ്തിട്ടുള്ളതാണ് എന്നുള്ളത് ഒരു ഇല്ല, ജോലി ചെയ്തുകൊണ്ടായിരിക്കും. ഓക്കെ. ഇതെന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദാഹരണത്തിന് നരമ്പിനൊരു വേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ കാലക്രമേണ എന്ത് ചെയ്യുന്നു, ആ ഭാഗം ചലിക്കാൻ പറ്റാത്ത പാരലൈസ് ആവുന്ന സ്ഥലത്തിലേക്ക് വരെ കാര്യങ്ങൾ പോവാം. അങ്ങനെ കഠിനമായ ഏതെങ്കിലും ജോലി ചെയ്യുമ്പോൾ മസിലിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർട്ടിൻ്റെ മസിലിന് കാര്യങ്ങൾക്ക് ഒക്കെ പിന്നെ ഒരു പെയിന് പോലെ വരിക. അതിനെന്താണ്, ജോലി ചെയ്യുന്നതുകൊണ്ടാണ്. ഈവൻ നമ്മൾ സ്പോർട്സിൽ ഓടുമ്പം കുറേ കഴിയുമ്പോൾ മസിലിന് പെയിനും കാര്യങ്ങളൊക്കെ വരുന്നു. എന്താണ്, ഓടിയോണ്ടായിരിക്കും എന്നുള്ള ഒരു ഫീലിങ് കാര്യങ്ങളോ, അതല്ല. അതെന്താണ്, അതാണ് നമ്മൾ ജോലി സംബന്ധമായിട്ട് നമ്മളെ എടുത്ത ജോലിയിൽ ഉള്ള ഹസാർഡുകൾ, ആ തെറ്റായ രീതി കാരണം സംഭവിക്കുന്ന എർഗോണോമിക് പ്രോബ്ലമാണ്. അതിനെ വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്യണം കാര്യം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണങ്ങൾ, ഇങ്ങനെ സംഭവിക്കുന്ന കാരണങ്ങൾ തൊഴിലാളികളെ ഓരോന്ന്, അതാണ് മെഡിക്കൽ സർവലൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കലും എന്താണ് വെറുതെ തള്ളിക്കളയാൻ പാടില്ല. കൃത്യമായിട്ട് വളരെ നല്ല രീതിയിൽ പരിപാലിക്കേണ്ട ഒരു കാര്യമാണ് ഇത്. ഓക്കെ. നോക്കൂ, ആണ് WRULDs എന്നാണ് പറയുന്നത്. WRULDs ക്യാപിറ്റൽ. അതിൻ്റെ എന്താണ്, വർക്ക് റിലേറ്റഡ് അപ്പർ ലിംബ് ഡിസോർഡർ. ഓക്കെ. അപ്പോൾ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ എന്താണ് തൂങ്ങിക്കിടക്കുന്ന രണ്ട് ഭാഗമുണ്ട്. നമ്മുടെ പ്രധാനമായിട്ടുള്ള ട്രങ്കിൽ ഏതാണ്, കൈയിന് അപ്പർ ലിംബ് എന്നും കാലിൻ്റെ ഭാഗത്തിന് ലോവർ ലിംബ് എന്ന് പറയുന്ന കൈയിൻ്റെ രണ്ട് തൂങ്ങിക്കിടക്കുന്ന ഭാഗങ്ങൾ, അപ്പർ ലിംബ്. അപ്പം ഈ ജോലി സംബന്ധമായിട്ട് വർക്ക് റിലേറ്റഡ് ഈ അപ്പർ ലിംബിന് വരുന്ന അല്ലെങ്കിൽ കൈകൾക്ക് വരുന്ന ഡിസീസിനെയാണ് അല്ലെങ്കിൽ ഡിസോർഡേഴ്സിനെയാണ് WRULDs എന്ന് പറയുന്നത്. വർക്ക് റിലേറ്റഡ് അപ്പർ ലിംബ് ഡിസോർഡേഴ്സ്. ഓക്കെ. WRULDs are chronic injuries such as എന്താണ് ടെൻസോവിസ് ആൻഡ് കാർപ്പൽ ടണൽ സിൻഡ്രം. It is due to repetitive task on operation lines. ഓക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റിൽ ഓപ്പറേഷൻ ലൈനിൽ നിന്നുകൊണ്ട് കണ്ടിന്യൂസ് വേഗത്തിൽ മെഷീൻ്റെ കൂടെ തന്നെ മനുഷ്യൻ്റെ പ്രവർത്തനവും ഓടിക്കൊണ്ടിരിക്കണം. അങ്ങനെയുള്ള ജോലി ചെയ്യുമ്പോഴാണ് WRULDs സാധാരണ
വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിന്റെ കൈകളെ ബാധിക്കുന്ന അസുഖങ്ങളെയാണ് WRLDS എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഏതാണ് വർക്ക് വിച്ച് കോസസ് WRULDs MSGs ആയിപ്പോയി, അത് ഏതെല്ലാണ് വർക്ക് റിലേറ്റഡ് അപ്പർ ലിം ഡിസോർഡർ സൃഷ്ടിക്കുന്ന ജോലികൾ എന്നുള്ളതാണ്. അത് MSG എന്നുള്ളത് WRULD എന്ന് വായിക്കണം. ഒന്ന് അത് ഓരോന്ന് പറയാം. ഒന്ന് കട്ടിങ്, കണ്ടിന്യൂസ് ആയിട്ട് ചോപ്പിങ് ചെയ്തുകൊണ്ടിരിക്കുക കൈ കൊണ്ട്. അത് ഇറച്ചി വെട്ടിയാലും ചെയ്താലും എന്തെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഉള്ളി മുറിക്കുന്ന ഒരുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പാചകക്കാരൊക്കെ എന്താണ് കണ്ടിന്യൂസ്, അവന് അത് തന്നെയായിരിക്കും പണി. ഓക്കെ, അതിൻ്റെ എന്താണ് ഷോൾഡർ കാര്യങ്ങൾ അതൊരു പ്രത്യേക രീതിയിൽ അത് ചലിച്ചുകൊണ്ടിരിക്കുന്ന കട്ടിങ്. രണ്ടാമത് ഇത് ബോണിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തറച്ച് എല്ല് മാറ്റിയെടുക്കുന്ന ഒരു പ്രോസസ്സാണ്, വലിയ ഇതുകൊണ്ട്. പിന്നെ കണ്ടിന്യൂസ് ജോയിനിങ് ചെയ്യുക ഏതെങ്കിലും കാര്യങ്ങൾ. പിന്നെ പ്രസ്സിങ്, ഏതെങ്കിലും പ്രസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. പാക്കിങ്, ഏതെങ്കിലും സാധനം ബിസ്ക്കറ്റ് ആയാലും പിന്നെ സോപ്പായാലും ഇങ്ങനെയുള്ള തുണികളും ഇതൊക്കെ പാക്കിങ് ചെയ്യുന്നത്. സ്റ്റാക്കിങ്, അട്ടിക്കിടുക കണ്ടിന്യൂസ് ആയിട്ട്. അതിന് അതേ പണിയുള്ള വരിക അട്ടിക്കിടുക ഒരേ വേറെ ജോലിയൊന്നുമില്ല. അൺസ്റ്റാക്കിങ് അതേപോലെ തന്നെ ഉയരങ്ങളിൽ നിന്ന് അതിനെ താഴോട്ട് ഇറക്കുന്നത്, അൺസ്റ്റാക്കിങ് കെട്ടുന്ന താഴോട്ട് ഇറക്കുന്നത്. ഹാൻഡ്ലിങ് കണ്ടെയ്നേഴ്സ്, ഡബ്ബകൾ കാര്യങ്ങൾ പാക്കിംഗ് മെറ്റീരിയൽ ഒക്കെ എന്താണ് ഇവിടുന്ന് ലൈനിലേക്ക് വെക്കുന്നു, അവിടുന്ന് കഴിഞ്ഞാൽ അത് സീൽ ചെയ്യുന്നു, തിരിച്ചിങ്ങോട്ടേക്ക് വെക്കുന്നു, വീണ്ടും വെക്കുന്നു, സീൽ ചെയ്യുന്നു, തിരിച്ചു. അപ്പോൾ ഈ കണ്ടെയ്നറിൽ നിറച്ച് ഇത് ചെയ്യുന്ന ഇത് ജോലികൾ. ദെൻ പുഷിങ്, കണ്ടിന്യൂസ് ആയിട്ട് തള്ളുക മാത്രമാണ് അതിൻ്റെ ജോലി. അതേപോലെ തന്നെ പുള്ളി ചെയ്യുക, ഇങ്ങനെയുള്ള അനവധി ജോലികൾ കണ്ടിന്യൂസ് കൈകൊണ്ട് ചെയ്യുന്ന ജോലികളായി. ഒന്നും അല്ലെങ്കിൽ ഇരുന്നും ആയിരിക്കും. പക്ഷെ എന്താണ് പ്രധാനമായിട്ടും അവൻ്റെ ശരീരം ചലിക്കുന്നത് ഏതാണ് അപ്പർ ലിംബ് മാത്രമാണ്. ഇങ്ങനെ ഉള്ളവർക്കാണ് കൂടുതലായിട്ടും അപ്പർ ലിംബ് ഡിസോർഡേഴ്സ് വരിക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് കാർപ്പൽ സിൻഡ്രം വരിക, ജോയിൻറ്റിൻ്റെ പെയിന് വരിക, അവിടെ ജോയിൻറ്റ് ഇൻഫ്ലമേഷൻ വരിക, മസിൽ പെയിനുകൾ വരിക. ഓക്കെ, പലപ്പോഴും എന്താണ് ഇങ്ങനെയുള്ള കുറേ ജോലി ചെയ്യുന്ന കണ്ടെയ്നർ എടുക്കുക പിടിക്കുക ചെയ്ത് പിന്നെ വിരൽ പിടുത്തം കിട്ടാണ്ടൊക്കെ ആവുന്ന ഒരു അവസ്ഥ. അതേപോലെ തന്നെയാണ് കട്ടിങ്ങും ഇതെല്ലാം ചെയ്യുക. കണ്ടിന്യൂസ് അവൻ കട്ട് ചെയ്യുക, വളരെ സ്പീഡിൽ കട്ട് ചെയ്യും അവർ. ഓക്കെ, പക്ഷേ കണ്ടിന്യൂസ് കട്ട് ചെയ്ത് എന്താണ് ഞരമ്പുകൾക്കും അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് മൂവ് ചെയ്യുന്ന ജോയിൻറ്റുകളും അതിൻ്റെ ലിഗാമെൻസുകൾ എന്നെല്ലാം പറയുന്നുണ്ട്. ആ മൂവ്മെൻറ്റിന് ഇത് ചെയ്യുന്ന ലൂബ്രിക്കേഷൻ കാര്യങ്ങളും ഒക്കെ നഷ്ടപ്പെട്ട് എന്താണ് എല്ല് തേയ്മാനം എന്നെല്ലാം പറഞ്ഞ് പല അസുഖങ്ങൾ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നതാണ്. പിന്നെ നടക്കാൻ പറ്റാത്തോ അല്ലെങ്കിൽ ഒരു സാധനം എടുക്കാൻ പറ്റാത്തോ അല്ലെങ്കിൽ മുട്ട് മടക്കാൻ പറ്റാത്തോ ഒക്കെ പല അവസ്ഥകളിലേക്ക് കാര്യങ്ങൾ. അതിനെയാണ് WRULDs, വർക്ക് റിലേറ്റഡ് അപ്പർ ലിംബ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിനൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കുക. കാരണം എന്താണ് കണ്ടിന്യൂസ് ഒരാളെ ജോലി ചെയ്യാൻ പാടില്ല. അവരെ പിന്നെ ഒരു ഇച്ചിരി സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ റെസ്റ്റ് കൊടുക്കണം, അത് കഴിഞ്ഞ് ജോബ് റൊട്ടേഷൻ കൊടുക്കണം. ഓക്കെ, വർക്കിൽ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിൽ ചെയ്യാനുണ്ട്. ഈ രീതിയിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത് അപ്പർ ലിംബ് ഡിസോർഡേഴ്സ് സൃഷ്ടിക്കാം. അവ സൃഷ്ടിച്ച് കഴിഞ്ഞാൽ അതിനെ അങ്ങനെ കെയർലെസ് ആക്കി നടന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ്. അടുത്ത സ്ലൈഡ് നോക്കൂ. മാനേജിങ് എർഗോണോമിക് റിസ്കുകൾ. ഇപ്പം നോക്കിയോളൂ, ഇപ്പം ഇവിടെ റിസ്ക് എന്നുള്ളൊരു പുതിയ ടേമാണ് ഞാൻ വെച്ചത്. റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജോലി അല്ലെങ്കിൽ ഇന്ന് ചെയ്തു കഴിഞ്ഞാൽ ഇന്ന് സംഭവിക്കുന്ന നമുക്ക് കൃത്യമായിട്ട് തന്നെ മുൻകൂട്ടിയുള്ള അറിവിനെയാണ് റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ എർഗോണോമിക്സിൽ വരാവുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാം എന്നുള്ളത് മുൻകൂട്ടി അതിനെ എങ്ങനെ നമ്മൾ ഇന്ന ജോലി ചെയ്യുമ്പോൾ ഇന്ന പ്രശ്നം വരും, അതിനെ എങ്ങനെ നമ്മൾ ഇല്ലാതാക്കും അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു തൊഴിലാളികളെ എന്ത് ചെയ്യുന്നു പ്രൊട്ടക്റ്റ് ചെയ്യും. അതാണ് മാനേജിങ് എന്നുള്ളത്. ആദ്യമായിട്ട് എന്ത് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, കുറച്ച് പഠിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ആദ്യം എന്താണ് ഐഡൻറ്റിഫൈ ടാസ്ക് ഓഫ് ക്രോണിക് ഇഞ്ചുറി. ഏതെല്ലാം ആണ് പ്ലാന്റിനകത്ത് തൊഴിലാളികൾക്ക് ക്രോണിക് ആയിട്ട് ഇഞ്ചുറി സൃഷ്ടിക്കാവുന്ന പ്രവർത്തികൾ ഏതെല്ലാമാണ് ആദ്യമേ നമ്മൾ അതിന് സയൻസിൻ്റെയും പിൻബലത്തിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി അപ്പോൾ എന്തെല്ലാം ജോലികളാണോ ആ ജോലികൾ ഓരോ ജോലികളിലും ഒളിഞ്ഞിരിക്കുന്ന എർഗോണോമിക് ഇഞ്ചുറീസ് നമ്മൾ മനസ്സിലാക്കും. അത് കഴിഞ്ഞ് ഇൻട്രൊഡ്യൂസ് മെക്കനൈസേഷൻ. കഴിയുന്നതും
എന്ത് ചെയ്യാം, മാനുവൽ വർക്ക് ഒഴിവാക്കാൻ ശ്രമിക്കുക. എന്ത് ചെയ്യണം, മെക്കനൈസേഷനിൽ പോവുക. ഓക്കെ, ഓട്ടോമേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഓരോ സാധനങ്ങൾ ചെറുതെടുക്കുന്നതിന് പകരം ബൾക്കായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന സംവിധാനങ്ങൾ ഒന്നിച്ച്, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന കൈകൊണ്ടെടുക്കുന്നതിന് പകരം വാക്യൂം ലിഫ്റ്റ്, കാര്യം അനവധി ടാസ്കുകളുണ്ട്. കണ്ടിന്യൂസ് ഒരു തൊഴിലാളി ഇരുന്ന് ഓരോ ഡബ്ബി എടുക്കുന്നതിനും എല്ലാം ഓട്ടോമേറ്റ് ആയിട്ട് ചെയ്യാവുന്നത്, അതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അസസ് ടാസ്ക് ഫാക്ടേഴ്സ് ലീഡ് ടു വറി. ഇനിയോ ആ ജോലി നിങ്ങൾ ആദ്യമേ ഐഡന്റിഫൈ ചെയ്ത്, ഇനി എന്താണ് അതിലെ ഏതാണ് റിസ്കിലേക്ക് മാറാവുന്ന ഘടകങ്ങളെ, ഫാക്ടേഴ്സുകളെ കൃത്യമായിട്ട് കണ്ടുപിടിക്കുക. എന്നിട്ട് അതിന് വരാതിരിക്കാൻ വേണ്ടിയുള്ള സിമ്പിളായിട്ടുള്ള ടൂളുകൾ, കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ ശരിയായ ഇൻസ്റ്റലേഷൻ കാര്യങ്ങൾ എല്ലാം കണ്ടക്ട് ചെയ്യുക. ഇംപ്രൂവ് എർഗോണോമിക് ഡിസൈൻ. ഇനി ജോലി ചെയ്യുമ്പം അവൻ ഉപയോഗിക്കുന്ന മെഷീനറിയും അവനും തമ്മിൽ, കാരണം ഒരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കമ്പ്യൂട്ടറിൻ്റെ മുകളിൽ ഇരുന്ന് കണ്ണുകൊണ്ട് കാണുന്നുണ്ട്, ടൈപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഊരയ്ക്കും കാര്യങ്ങളും കഴുത്തിന് ഇതിനൊക്കെ ശരീരത്തിന് എല്ലാ ഭാഗങ്ങളും, കണ്ണ്, കഴുത്ത്, കൈയിൻ്റെ ഷോൾഡർ, ഫിംഗേഴ്സ്, അത് കഴിഞ്ഞ് ഊര, അവനിരുന്ന് വളഞ്ഞിരിക്കുന്നു, അതിനൊന്നും ഇതില്ലാതെ ഒരു കംഫർട്ടായിട്ട് ശരീരത്തിന് ഒരു പ്രശ്നവും വരാത്ത രീതിയിൽ ആ ജോലി സ്റ്റേഷന്, ആ ജോലി ചെയ്യുന്ന ഏരിയ മാറ്റി കൊടുക്കുക. അതിനുള്ള ഡിസൈൻ, അതിന് സൂട്ടബിൾ ആയിട്ടുള്ള ചെയർ മാത്രം പോരാ, എന്താണ് തലയ്ക്ക് റെസ്റ്റ് ചെയ്യാനുള്ള ഇതുണ്ടാവണം, അത് തന്നെ ഫുഡ് റെസ്റ്റ് വേണം. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും അന്നേരം ഒന്ന് ജസ്റ്റ് റിലാക്സ് ചെയ്യാവുന്ന തോതിലുള്ളത്, അതേപോലെ തന്നെ പൊസിഷൻ ചേഞ്ച് ചെയ്യാവുന്ന രീതിയിലുള്ള ചെയറുകൾ, കാര്യങ്ങൾ, അതൊക്കെയാണ് എർഗോണോമിക് ഡിസൈനിൽ വരുന്നത്. പിന്നെ ജോബ് റൊട്ടേഷൻ. ഒരാളെ ഒരേ ജോലിയിൽ കണ്ടിന്യൂസ് ഇടാൻ പാടില്ല. ഒരു ഷിഫ്റ്റ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു റൊട്ടേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു റൊട്ടേഷൻ പീരീഡ് ആദ്യം അസസ് ചെയ്യണം. എന്നിട്ട് എന്ത് കഴിഞ്ഞാൽ ആ റൊട്ടേഷൻ പീരീഡ് കഴിഞ്ഞാൽ ആ ടാസ്കിന് എന്ത് ചെയ്യണം, മൂവ് ചെയ്തുകൊണ്ട് ഇരിക്കണം. ജോബിന് കണ്ടിന്യൂസ് ഒരേ ജോലിയിൽ ഒരുത്തന്, അതെന്താണ് നേരത്തെ പറഞ്ഞ ഒരു വിരസത വരുന്നതാണ്. ഏതാണ് സൈക്കോളജിക്കൽ, മാനസികമായിട്ട് ഇതേ ജോലി ആവപ്പെട്ടപ്പോൾ ഉള്ള ഒരു വ്യത്യാസവും കാര്യങ്ങളൊക്കെ വരുത്തില്ല. പിന്നെ ദെൻ ട്രെയിനിങ്, പ്രോപ്പറായിട്ട് ട്രെയിനിങ് കൊടുത്ത് ആ ജോലി എങ്ങനെയാണ് ശരീരത്തിന് അല്ലെങ്കിൽ അധ്വാനം കൊടുക്കാതെ കംഫർട്ടായിട്ട് ജോലി ചെയ്യേണ്ടത് ഒരു എർഗോണോമിക് ട്രെയിനിങ് ഉണ്ട്. നമ്മളിപ്പം ലയിച്ചിൽ ആൾക്കാരെ പഠിപ്പിക്കുകയും കാര്യമൊക്കെ ചെയ്യുമ്പോൾ, അപ്രന്റീസ് ചെയ്യുമ്പോൾ അതാണ് പഠിപ്പിക്കുന്നത് കാര്യമായിട്ട്, അല്ലാതെ ജോലി ചെയ്യാന്നല്ല. ആ ജോലി കണ്ടിന്യൂസ് ആയിട്ട് അവന് അസുഖം വരാതെ കംഫർട്ടായിട്ട് വളരെ ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ട്രെയിനിങ്. ദെൻ മെഡിക്കൽ സർവൈലൻസ്, കൃത്യമായിട്ട് അവൻ്റെ എന്ത് ചെയ്യണം, മെഡിക്കൽ സർവൈലൻസ് വേണ്ട, ശരീരത്തിന് മെഡിക്കൽ, അല്ലെങ്കിൽ ഏതാണ് ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ്, അങ്ങനെയുള്ള അനവധി കാര്യങ്ങളുണ്ട്. അതൊക്കെ ചെയ്ത് അവന് എന്ത് കഴിഞ്ഞാൽ പരിശോധനയ്ക്ക് വിധേയമായിരിക്കുന്നുണ്ട്. പിന്നെ ജോബ് ട്രാൻസ്ഫർ ചെയ്തെടുക്കും, ഒരേ സമയത്ത് നിൽക്കും. അവന് എന്താണ് പ്രൊമോഷനും കാര്യങ്ങളും എടുത്ത് ഇന്ന് ജോലി ചെയ്തു, നാളെ സൂപ്പർവൈസർ ആവുന്നു, കൺസൾട്ട് ട്രെയിൻ